പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവർ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാര്യക്ക് കോടതി വായിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങൾ ആശ്രയിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്. തലവട്ടിലെ സിസ്റ്ററുകളുടെ ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പിൽ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അർസിസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസനത്താരെ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. 13:8 ഉദര വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ നല്ല നിലത്താണ് വീണത്. പക്ഷെ വിത്തുകൾക്ക് ഒരേ സ്ഥലത്ത് വീണിട്ടും പല വിളവാണ്. അതല്ലേ പ്രശ്നം.
ഇപ്പം നമ്മൾ 30 മേനി കണ്ടു കഴിഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ആണ് 60 മേനി. അത് ഇന്നലെ കണ്ടു. ഇന്നിപ്പോൾ കാണുന്നത് എന്താ അറിയാവാ? 100 മേനിയാണ്. 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ് 100 മേനി? അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യാശയ്ക്കുണ്ടാകുന്ന ഒരു വിഷയം. പ്രത്യാശയുടെ 60 മേനി പഴയകാല അനുഭവങ്ങൾ. ഇപ്പം എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടേ, ഈ വിശ്വാസത്തിലൊരു വിഷയം ചെയ്യണത് ഓരോടെ സഡൻ ആർക്കും കയറി വിശ്വാസത്തിൽ വർത്തമാന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വിശ്വസിക്കുന്നു, അവർക്കത് അനുഭവമായി മാറുന്നു. പക്ഷേ അതാണ് സാധാരണ കേവല വിശ്വാസം. വർത്തമാന കാലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് അപ്പം തന്നെ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ അത് 30 മേനിയേ ഉള്ളൂ. നമ്മൾ പ്രത്യാശിക്കുന്നു പറയുമ്പോൾ വർത്തമാനകാല അനുഭവം മാത്രമല്ല ഇതിനകത്തുള്ളത്, നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളില്ലേ. അതാണ് കുറച്ചുകൂടി ഗ്രോണപ്പ്, കർത്താവിൽ കുറച്ചുകൂടി വളർന്ന ആൾക്കാർക്കാണ് പ്രത്യാശ വരണത്. കഷ്ടത സഹനശീലവും എന്നല്ലേ പറയണത്. റോമ 5:4-5. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന്. അതായത് കഷ്ടത സഹനശീലം ഉളവാക്കുന്നു. കഷ്ടത എന്താ ഉളവാക്കുന്നത്? സഹനശീലം ആത്മധൈര്യം ഉളവാക്കുന്നു. ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. പ്രത്യാശ നമ്മൾ നിരാശയാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതെല്ലാം കഷ്ടത സഹനശീലമാണ്. അപ്പോൾ ശീലം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ശീലമല്ല. ശീലം എന്ന് പറഞ്ഞാൽ എന്താണത്? ഹാബിറ്റ്. വാട്ട് ഇസ് ഹാബിറ്റ്? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല ഹാബിറ്റുകളില്ലേ, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വന്ന പല സങ്കടങ്ങളില്ലേ, അതാ കഷ്ടത സഹനം. പല കാലങ്ങളിൽ ഒരേ വിഷയത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ ഇങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നു വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മോചനം കിട്ടിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ആ മോചനം കിട്ടിയ അനുഭവങ്ങളാണ് പ്രത്യാശയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. പണ്ട് നമ്മൾ വിശ്വസിച്ചു, അപ്പോൾ നമുക്ക് സഹനം വന്നു. ആ സഹനത്തിൽ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തു, പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ. അതിൽ നമുക്ക് ഡെലിവറായി, നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്കത് വിശ്വാസമായി, അപ്പോൾ അതൊക്കെ അനുഭവമായി. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ആണ്. ഇപ്പം അതല്ലേ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട് അല്ല, നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളാണ്. എപ്പോഴാ 12:1 എടുത്തേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ, പ്രത്യാശ ആസ്പദങ്ങള് നമ്മുടെ പൂർവ്വകാല ദൈവാനുഭവങ്ങൾ മാത്രമല്ല, മറ്റുള്ള വിശുദ്ധന്മാരുടെ പൂർവ്വകാല അനുഭവങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഭവങ്ങളും നമ്മുടെ പ്രത്യാശയുടെ ആസ്പദമാണ്. പക്ഷേ ഇതൊരു മെച്ചുവർ ക്രിസ്ത്യനാണ്, കുറച്ചുകൂടി ഗ്രോണപ്പായി. എങ്ങനെ ഗ്രോണപ്പായി? അത് വചനത്തിലും പാരമ്പര്യത്തിലും അവർ ഗ്രോണപ്പായിരിക്കുന്നതാണ് മെച്ചുവർ ക്രിസ്ത്യൻസ്. അവന് പാരമ്പര്യമുണ്ട്. പ്രവാചകന്മാർക്കും സഹോദരങ്ങൾക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള സഹനങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുത്തത് നമുക്ക് ആസ്തിയാണ്. അതുപോലെ നമ്മുടെ തന്നെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അനുഭവിച്ച ആസ്തിയാണ്. അതാണ് പ്രത്യാശ. ഇനി അതൊക്കെ രണ്ടും ഉണ്ടെങ്കിലും 60 മേനിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി എന്താ വരണത്? 100 മേനിയുണ്ട്. അതെന്താണ്? സ്നേഹം. നമ്മളാദ്യം വിശ്വാസത്തിൽ വിതക്കുന്നത് 30 മേനി, പ്രത്യാശ വിതക്കുന്നവർ 60 മേനി. പിന്നെന്താ പറഞ്ഞത്? സ്നേഹത്തിൽ വിതക്കുന്നത്. അതാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. ഒരു കുരുവിട്ട, ഒരു വിത്തിട്ട ഞാറ് കിട്ടുമ്പോൾ 100 വിത്തുകൾ നമുക്ക് കിട്ടും. ഗലാത്യർ 5:6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗ്യാപ്പില്ല. പ്രത്യാശക്കൊരു കുഴപ്പമുണ്ടേ, ഇടയ്ക്കിടയ്ക്ക് വിട്ടു പിടിക്കും.
ഇപ്പം നമ്മൾ മോട്ടർ വെള്ളം അടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ചാടി ഇങ്ങനെ വരത്തില്ലേ? നമ്മൾ ആ ഓസ് നോക്കുമ്പോൾ കുറച്ച് വെള്ളം ചാടി വരും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ട്. പ്രത്യാശയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം സ്നേഹത്തിന് അങ്ങനെയല്ല. സ്നേഹം 100 മേനി കൊയ്യണമെന്ന് പറഞ്ഞ കാര്യം ഗ്യാപ്പില്ല. ഇടയ്ക്ക് ഗ്യാസൊന്നും കയറുന്നില്ല. ഇടയ്ക്ക് കുറച്ച് വിശ്വാസവും പ്രത്യേകം കുറഞ്ഞ സമയമുണ്ട്. അങ്ങനെ വരത്തില്ല. 100 എല്ലാ സമയത്തും ഒരുപോലെ. അതാണ് സ്നേഹത്താൽ പ്രവർത്തനം നിരതത്തിനാണ് പ്രാധാന്യം. അവിടെ പ്രവർത്തനമൊക്കെ മുകളിലുണ്ടല്ലോ. ആ പ്രവർത്തനം ആദ്യം പോലെ ഉണ്ടല്ലോ. വിശ്വാസം പ്രവർത്തനം മൂലമാണ് നീതീകരിക്കണം എന്നുണ്ടല്ലോ. പക്ഷെ നിരതമായിരിക്കത്തില്ല. അവിടെ ഗ്യാപ്പ് വരും. എല്ലാവരുടെ അണ്ണന്മാരുടെ കാര്യം അത് തന്നെയാണ്. എൻ്റെ ഉൾപ്പെടെ എന്താ കാര്യം, ഒരു പെട്ടെന്നൊരു ചൈതന്യം കയറി നടക്കുന്ന ചില ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ. ഇപ്പോൾ ഞാൻ തന്നെ എനിക്കാണെങ്കിൽ കന്യ നമസ്കാരം ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഇത് നേരത്തെയാകാമായിരുന്നല്ലോ. പക്ഷെ നേരത്തെ ആയില്ല. ഗ്യാപ്പ് വരുന്ന അവിടെ. അതാണ്. അപ്പം ഇതങ്ങനെയല്ല. സ്നേഹമുള്ളവന് നിരത ഉണ്ടാവും, ഗ്യാപ്പ് വരത്തില്ല. അപ്പം കുറച്ച് ആൾക്കാർ ആരംഭശൂരത്തിൽ കൊണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ കൃത്യം വന്നുകൊണ്ടിരിക്കും. 2-3 ആഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരൻ വന്ന് വയ്യാവേലി വിളിച്ചുകൊണ്ട് പോയി നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിടണമെന്ന് നിനക്കത് മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് എന്ത് കൊണ്ടുവന്ന് വേണ്ടത്? നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഭയങ്കര വിജയിലുണ്ടാവും. ഒക്കെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, കേൾക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അല്ല ഇത് കേൾക്കണം ഇത് കേട്ടേ പറയത്തുള്ളൂ, ഇത് ചെറിയൊരു മിറ്റുള്ളതൊക്കെ പറയാള്. നമ്മളെ തട്ടിക്കാൻ വേണ്ടി പിശാച് സ്നേഹത്തിൻ്റെ ചെറിയ ധരിച്ചിടുവനെ കണ്ടില്ലേ? അതാണ് ഈശോ പറയണത്. ഇവനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തോട് നമ്മൾ നേരത്തെ ഞങ്ങളുടെ ഈ ഫീഡിങ് പ്രെയർ നല്ലതാണ്. ഞാൻ രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് ചെയ്യണ ഒറ്റക്ക് നിങ്ങളുടെ കൂടെ ചെയ്യണ കാര്യങ്ങളില്ലേ, അതൊക്കെ മുമ്പ് ഒരു ഒറ്റക്ക് ചെയ്യുന്ന കാര്യമുണ്ട്. എല്ലാ വിഷയവും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, പോകുന്ന വഴികൾ എല്ലാം ജപമാലയിൽ സമർപ്പിക്കും. ദൈവത്തിനേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ കയറി വരുന്നവൻ പിശാചാണ്. അപ്പോഴും നമ്മൾ ജോബാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ നീതിമാനാണെങ്കിൽ ദൈവം പിശാച് പോകാൻ പറയും, നിനക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പിശാച് പറയും, ഞാൻ അപ്പോയിൻമെൻറ്റിന് വന്നതാണ് അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പം പരീക്ഷിച്ചു, അവൻ്റെ ജീവൻ്റെ കൈവെക്കരുതെന്ന് പറയും. അപ്പം കണ്ടീഷൻ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. പിശാചിന് കണ്ടീഷൻ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. കാര്യം എന്താണ്? ജോബിന് ദൈവമായിട്ട് അണ്ടർക്കറൻ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് സഹനങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധമാണ്. സഹനം ഉണ്ടെങ്കിൽ ബന്ധമുണ്ടാകേണ്ട കാര്യമില്ല. സഹനം ഉണ്ടെങ്കിൽ ബന്ധം കൊടുകയല്ലേ വേണ്ടത്, കൊടുകയല്ല ചെയ്യണം സാധാരണ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളല്ല ഒന്നാണിത്. അപ്പം ഇതേപോലെ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് 60 മേനി 100 മേനി എന്ന് പറയുന്നത്. 100 മേനി കൊയ്യാൻ നോക്കണം. ഉടമ്പടി നമുക്കറിയാം, അതൊരു ദൈവിക പദ്ധതിയാണ്. ഒരു പ്രാർത്ഥനാ രൂപത്തെക്കാളുപരി അതൊരു ദൈവിക പദ്ധതിയാണ്. വേണമെങ്കിൽ പദ്ധതി പ്രാർത്ഥന എന്നൊക്കെ പറയാം. ഈ പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സ്കീംസിലാണ്. നമുക്കറിയാം, സെക്കുലറായിട്ട് സംസാരിച്ചാലും എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തുന്നത് സ്കീംസ് വഴിയാണ്. എല്ലാ വിഷയങ്ങൾക്കും ഒരേ സ്കീമുണ്ടാകും. അത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരമാണ് ജനങ്ങളിലേക്ക് അത് ആനുകൂല്യം എത്തുന്നത്, സ്കീംസ് വഴിയാണ്. ഉടമ്പടി ഒരു പദ്ധതിയാണ്. അതിൻ്റെ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസസ് ആണ്, വാഗ്ദാനമാണ്. ദൈവം നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എക്കാലവുമുള്ള എല്ലാ ഫിസിക്കൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ നീഡ്സ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എക്കാലത്തെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വാഗ്ദാനങ്ങളുടെ ചുമതല. അങ്ങനെ 8810 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. അത് കാലികമായിട്ട് മനുഷ്യൻ വളരുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾ AI-യിലേക്ക് പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം, നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സെറ്റ്സുകളെല്ലാം മാറും. ഇനി നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള വിൻഡോസും എല്ലാം, ഇവൻ ഗൂഗിൾ എല്ലാം ചേഞ്ച് ആകും ചിലപ്പോൾ. എന്നിട്ട് വേറെ ഒരു മെത്തേഡിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോണത്. അതൊരു ഫങ്ഷനൊന്നുമല്ല, ഒരു ജീവിതമായിട്ട് തന്നെ മാറുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കൺവേർട്ട് ചെയ്താലും അപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് അപ്ഡേറ്റ് ആയിരിക്കും. കാര്യം ഇത് കർത്താവിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക്
മാറ്റം വരികയില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. Take the word of God. ആകാശവും ഭൂമിയും കടന്നുപോയി. മത്തായി 24:35. മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും. ഏറ്റുപറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. വചനങ്ങൾ മീൻസ് കർത്താവിൻ്റെ വാക്കുകൾ. കർത്താവിൻ്റെ വാക്കുകളുടെ വിഷയം അറിയാമല്ലേ? എല്ലാ വാക്കുകളും പ്രഗ്നൻ്റാണ്, ഗർഭമുള്ള വാക്കുകളാണെല്ലാം. കാര്യം എല്ലാ വാക്കിൻ്റെ ഉള്ളിൽ ദാനങ്ങളുണ്ട്. അതാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. വാഗ്ദാനം. ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് പത്രവാർത്ത പോലെയുള്ള കേവല വർത്തമാനങ്ങളല്ല. എല്ലാ വാക്കിലും മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം ഈ ദാനം റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോമിസ് നമ്മൾ ഉടമ്പടി പുസ്തകങ്ങൾ വായിച്ച് കാണും അല്ലേ? പ്രോമിസ്. വാഗ്ദാനങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും. എന്താണത്? പ്രാമിത്തരെ. ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട് ദ പ്രോമിസ്. അതായത് അതിൻ്റെ അകത്തുള്ള ദാനങ്ങളെ വലിച്ച് പുറത്തെടുക്കാൻ പല മാർഗങ്ങളുണ്ട്. വലിച്ച് പുറത്തെടുക്കാൻ കർത്താവ് ഒരു മനുഷ്യ ജന്മത്തിന് എക്കാലത്തേക്കുള്ള ദാനങ്ങളെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി, വലിച്ച് പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്. സാധാരണ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കും. ഉടമ്പടി പ്രാർത്ഥന ഓൾറെഡി ഉണ്ട്. പക്ഷേ ചില ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ, പിടിച്ച് പുറത്താക്കാൻ, വലിച്ച് പുറത്തിടാൻ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപനമുണ്ട്. അതാണ് വിശ്വാസ പ്രമാണം, പ്രഖ്യാപനമാണ്. ഇനി പ്രഖ്യാപനത്തിന് ചില സമയത്ത് അതിൻ്റെ പരിമിതികളുണ്ട്. മേജറായിട്ടുള്ള പ്രോമിസസ് ആണെങ്കിൽ പ്രഖ്യാപനം കൊണ്ട് നടക്കത്തില്ല. പ്രഖ്യാപനം ഒരു അധര സേവ പോലെ വരത്തുള്ളൂ. ഹൃദയം ഒരു ഫാക്കൽറ്റിയാണ്. അധരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഒന്ന് ബ്രെയിൻ അല്ലേ, ഇൻ്റലക്റ്റ്. രണ്ടാമത്തത് വിൽ. ഈ രണ്ട് ഫാക്കൽറ്റിയും എപ്പോഴും വേണ്ടത്, ഈ രണ്ട് ഫാക്കൽറ്റിയുടെയും കൺകറൻസ് വേണം നീ ചെയ്യണ കാര്യങ്ങൾക്ക്. രണ്ട് ഫാക്കൽറ്റിയുടെയും. ഇപ്പോൾ ബുദ്ധിയിൽ നിന്ന് നിനക്ക് ലാംഗ്വേജ് ഉണ്ടാകും, അതാണ് നീ സംസാരിക്കണത്. ബുദ്ധിയില്ലാത്തവന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ബുദ്ധിയില്ലാത്തവർ സംസാരിക്കുന്നില്ലല്ലോ. ബുദ്ധി കുറയുന്നതനുസരിച്ചുകൊണ്ട് സംസാരം കുറയും. കാര്യം എന്താ കാര്യം? അവർ ഇമോഷൻസൊക്കെ ഉണ്ടാവും, വെബ്രാളവും ഒക്കെ കാണിക്കും, പക്ഷേ സംസാരിക്കത്തില്ല. ബുദ്ധി കുറഞ്ഞാൽ സംസാരിക്കത്തില്ല. ബുദ്ധിയിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടാകണത്, ഭാഷ ഉണ്ടാകണത്. ഭാഷ സ്പെൽ ഔട്ട് ചെയ്യണത് അധരം കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ ബുദ്ധിയുടെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ പറയണത് ഇല്ലേ? റോമർ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും. ഓക്കെ, ദിസ് ഈസ് 50% ഉള്ളി. അധരത്തിൻ്റെ എല്ലാം. ഇപ്പോൾ പ്രാർത്ഥനയായാലും നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രഖ്യാപനമായാലും എല്ലാം അധരത്തിൻ്റെ മെക്കാനിസംസാണ്. ഇതെല്ലാം ബുദ്ധി എന്ന ഒറ്റ ഫാക്കൽറ്റിയിലെ വർക്ക് ചെയ്യുന്നുള്ളൂ. വേറൊരു ഫാക്കൽറ്റി ഉണ്ട്. എന്താണ്? വിൽ, മനസ്സ്. ഈ ഫാക്കൽറ്റിയിലുള്ള വിഷയം, മനസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുകയല്ല, അത് ചെയ്യുകയാണ്, എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഇമോഷണൽ കൺവിക്ഷൻസ് കിട്ടിയില്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടാകത്തില്ല, പ്രയോഗത്തിൽ വരത്തില്ല. നമ്മൾ ആശയപരമായിട്ട് ശരിയാകാം, പക്ഷേ വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാനെന്തിനത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് വൈകാരിക ബോധ്യം ഉണ്ടാകണം. വൈകാരിക ബോധ്യം ഈസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലവ്. ആ ദൈവത്തോടെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് വൈകാരിക ബോധ്യം ഉണ്ടാകുന്നത്. അതൊരു വേറൊരു ഫാക്കൽറ്റിയാണ്, അത് വില്ലാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നടപ്പിൽ വരുത്തുക എന്ന അർത്ഥം, പ്രയോഗമാണ് നടത്തുക. ഉടമ്പടി വരണത് ഇവിടെയാണ്, പ്രയോഗത്തിലാണ് വരണത്. ഉടമ്പടി സമ്പൂർണ്ണമായി നിൽക്കുകയാണ്. ഉടമ്പടി എന്തൊക്കെ ഉണ്ട്? പ്രാർത്ഥനയുണ്ട് ഇല്ലേ? പക്ഷേ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്ന സംഭവമാണ്. ഉടമ്പടിയിൽ എന്തുണ്ട്? പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രമാണം ചെല്ലുന്നു. അതും പക്ഷേ ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നതാണ്. അതിനെ കൊണ്ട് നമ്മൾ ഏറ്റു പറയുന്നു. പക്ഷേ വേറെ പ്രോബ്ലം എന്താണ്? ഉടമ്പടി വേറെ സംഭവമുണ്ട്, പ്രയോഗം. അപ്പോൾ പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഈ പ്രയോഗമാണ് ഈ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്ക് പ്രഖ്യാപനമുണ്ട്, പക്ഷേ പ്രയോഗമില്ലെങ്കിൽ, കാര്യം അത് പ്രയോഗമില്ലെങ്കിൽ, മാലാഖമാരുടെ ഭാഷ അറിഞ്ഞാലും സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. പ്രയോഗമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവിൽ വരണതാണ്. അത് വില്ലാണ്, അതിൻ്റെ മനസ്സാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അവിടുന്ന് വരണത് ദൈവസ്നേഹമാണ് വരണത്. ദൈവസ്നേഹമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ദൈവമേ, അങ്ങനെക്ക് തന്ന വചന വാഗ്ദാനങ്ങളെ ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും ആന്തരിക ബോധ്യത്തോടെ നടപ്പിൽ വരുത്താൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് ഈ വൈകാരികമായ അംശം അതിൻ്റെ തുണ്ട്. ആശയപരമായ ബൗദ്ധികമായ അംശമല്ലാതെ വൈകാരികമായ ഊഷ്മളമായ സ്നേഹനിർഭരമായ ഒരു അംശമുള്ളത് കൊണ്ടാണ് കർത്താവ് ആൾക്കാരെ എടുക്കുമ്പോൾ ഫിൽട്ടർ ചെയ്യണത്. എല്ലാവരും എടുക്കത്തില്ല, ഫിൽട്ടർ ചെയ്യും. അതുകൊണ്ട് മാർക്കോസിൻ്റെ സുവിശേഷം പറയും, കർത്താവ് ഫിൽട്ടർ ചെയ്താണ് ആൾക്കാരെ എടുക്കുന്നത്. എങ്ങനെ അരിച്ച് നോക്കിയാൽ എന്താണ്? അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ. അടാ പ്രശ്നം ഇല്ലേ? മാർക്കോസിൻ്റെ സുവിശേഷം 3:20 വായിച്ച് 20 ആണോ? അതെ, 3:20 അല്ലല്ലോ, 3:13 വായിച്ച്. ശ്രുതികട ഹല്ലേലൂയ. മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെയാണ് പ്രോബ്ലം. ഇത് ഇസ് എ പ്രോബ്ലം, ഒരു ട്രാജിക് പ്രോബ്ലമാണ്. ഇവിടെയാണ് നമ്മൾ കയറി പറ്റാൻ നോക്കേണ്ടത്. ഇത് നമ്മൾ പരാജയപ്പെട്ട ഉടമ്പടി പരാജയപ്പെടും. കാര്യം ഈശോയുടെ മൈൻഡ് സെറ്റ് മനസ്സിലായില്ലേ? ഒരാളിൻ്റെ മൈൻഡ് മനസ്സിലാക്കിയാൽ പിന്നെ എളുപ്പമാണ് ഗെറ്റ് ത്രൂ. ഇവിടെ എന്താ പറയണത്? അവൻ മലമുകളിലേക്ക് കയറി. പിന്നെ എന്ത് ചെയ്ത്? അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോഴേ ഇപ്പം വിളിയായി. ആരെ വിളിച്ചിരിക്കണത്? ഇഷ്ടപ്പെട്ടവരെ. ഇവിടെ നമ്മൾ വളരെയേറെ തന്ത്രപരമായിട്ട് സമീപിക്കേണ്ടതാണ്. ആരാണ് ഇഷ്ടപ്പെട്ടവരെ, എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, അതെല്ലാം നമ്മൾ അറിയണം. എന്നാൽ ഇതിൻ്റെ അകത്ത് വളരെ ഈ പത്മവ്യൂഹത്തിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ പറയും, യേശുവിൻ്റെ തിരുഹൃദയമേ എൻ്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ, എന്തെല്ലാം തരം പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയാതെ ഈ അതരം കൊണ്ട് ഇങ്ങനെ വൈകാരികമായിട്ട് കണ്ണീരിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പ്രൊഫസർ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ ഇഷ്ടപ്പെട്ട എന്തിനാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? 3:14 വായിച്ച്. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും സദാഭിഷേകം. അല്ലാതെ IELTS പാസ്സായി കഴിഞ്ഞിട്ട് അത് അവിടെ പോയി ജോലിയും കിട്ടി പിന്നെ കല്യാണം കഴിച്ചിട്ട് ഗുഡ് ബൈ പറയാനല്ല, തന്നോട് കൂടി ആയിരിക്കണം. ഇത് ആദ്യമേ നിങ്ങൾ ധാരണയിലെത്തണം കർത്താവുമായിട്ട്. ഇതൊരു സീരിയസ്, അല്ലാതെ ഒരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല. ഷോർട്ട് ടൈമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യം കാണുമ്പോൾ ഗുഡ് ബൈ പറയാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധമില്ല. ക്ലിയർ അല്ലേ? മരം അറിഞ്ഞ് തന്നെ കൊടിയിടേണ്ടി വരും. അത് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എൻ്റെ കാര്യമല്ലാതെ അതിനേക്കാൾ ഉപരി അങ്ങയുടെ കാര്യം അങ്ങയോട് കൂടി ആയിരിക്കുവാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം നൽകണമേ, ആന്തരികമായ ആഗ്രഹം നൽകണമേ, എന്നെ കൂടെ നിർത്തണമേ. ദൈവസ്നേഹമുള്ള മക്കളാണ് പാടുകയാണെങ്കിൽ കടൽ ഇരമ്പം പോലെ ഇരിക്കും. ഇവിടെ ജീവനോടെ ഈശോ എഴുന്നേണ്ടിരിക്കുമ്പോൾ അമ്മയും പിതാവായ ദൈവവും എല്ലാവരും സാന്നിധ്യം നൽകുമ്പോൾ, 10,000 മാലാഖമാർ നിൽക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളുടെ സ്തുതിപ്പെല്ലാം ഒരു കടലിരമ്പം പോലെ ആയിരിക്കണം. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു വിഷയമുണ്ട്. എന്താണ്? ഈശോൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുക. ക്ലിയർ അല്ലേ? അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഞാനിതിൻ്റെ ഒരു പൂട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി എത്രയോ പൂട്ട് കിടക്കണം. ആദ്യം ഈശോയുമായിട്ട് നിങ്ങൾ ഒരു അഭിമുഖത്തിന് സമയം കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല, ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. എന്താണ് അത് ആദ്യമേ എൻ്റെ മക്കൾ തീരുമാനിക്കണം. അതാദ്യമേ. അതായത് ഞാൻ എൻ്റെ ജന്മം ഇവിടെ തീരണത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് കൊതിക്കുന്നു എന്ന് പറഞ്ഞേ.
എൻ്റെ ജന്മം ഇവിടെ ഇവിടെ തീരുവോളം സുവിശേഷം പറയുന്ന പോലെ നിന്റെ കൂടെ ആയിരിക്കാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ കൊതിക്കുന്ന നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ അന്തരാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. നമ്മള് അങ്ങനെ തന്നോട് കൂടി ആയിരിക്കാൻ പിന്നെന്താ, ചുമ്മാ ആയിരുന്നാൽ മതിയാ? ആയിരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. പണ്ടത് മറിയം ആയിരുന്ന പോലെ ഇരിക്കും. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയും. പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയ്യടിയെല്ലാം ഓട്ടാക്കാൻ പറ്റിയില്ല. മറിയം പുനരുദ്ധാനം പ്രഘോഷിക്കുന്നതിൽ മറിയം പരാജയപ്പെട്ടു. മറിയം ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ? മേസൻ്റെ വീട്ടിൽ വെച്ച് മാർത്ത അവളെ സഹായിക്കാൻ വേണ്ടി മറിയത്തെ നിർബന്ധിക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാറ്റ്സ് ഓക്കെ. നമുക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. നമ്മളത്തേക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതും ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറുതെ വചനം, ചില ആൾക്കാർ വചനം 3 പ്രാവശ്യം എഴുതും, 4 പ്രാവശ്യം എഴുതും, ചിലർ വചനം മുഴുവൻ കാണാതെ പഠിക്കും. ഇതൊക്കെ എല്ലാം ചെയ്യാം. ഇതൊക്കെ ഒരു നല്ല ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം. അടുത്ത കാര്യമുണ്ട്. അടുത്ത കാര്യം വായിച്ചേ, 3:14-15 വായിച്ചേ. മർക്കോസ് 3:14-15 വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രശ്നം അതാണ്. കർത്താവിനെ കൈമാറാൻ അയക്കാനാണ് അടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് പുട്ടും കടലയും കഴിക്കാനല്ല. കൈമാറാൻ പോകേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അല്ല യേശുവേ സ്വസ്ത്രം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. സുവിശേഷം സത്യത്തിൻ്റെ സുവിശേഷമല്ലേ? അപ്പോൾ അഭ്യാസമൊന്നും നടക്കത്തില്ല. കൈ നനയാതെ ഒന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞത്? സുവിശേഷം പറഞ്ഞ് എന്തിനാ അയക്കണം നോക്കിയേ? പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രസംഗിക്കാൻ അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറണം. അതിനാണ്. അങ്ങനെ കൈമാറാൻ അയക്കുന്നതിന് പിന്നെ എന്തിനാണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ നിന്ന് മാറണം. കൈമാറാൻ അയച്ചാൽ പോരാ. തിന്മയുടെ ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, സമൂഹത്തിൽ രൂപപ്പെട്ട് വരും. അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലെന്നൊരു കാര്യമില്ല. ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റാണ്. തിന്മകളുടെ സബ്ജക്റ്റ്. ചിലപ്പോൾ ജനാധിപത്യം ചില സമയത്ത് പ്രതിക്കൂട്ടിലാകും. ജനാധിപത്യം ഒന്ന് വീമ്പിളക്കി ഭരണത്തിൽ കയറുന്നവർ പോലും ചിലപ്പോൾ ജനാധിപത്യത്തിനെതിരെ വരും. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ പ്രബലപ്പെടും. അങ്ങനെ വരുമ്പോൾ നന്മയുടെ ശക്തി, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. സത്യത്തിൻ്റെ കൂടെ നിർഭയം ആര് നിൽക്കുന്നുവോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് സുവിശേഷത്തിൻ്റെ വേലയുടെ ഭാഗമാണ്. നമുക്കെന്താ നിർഭയം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്തു ജീവിതം എന്നൊക്കെ പറയണത് ഏതെങ്കിലും മൂലക്കിൽ നിന്ന് കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് മരിച്ചുപോൾ എന്ത് സംഭവമാണെന്ന് ധരിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ തിന്മ കുറഞ്ഞു വരണത്. അപ്പോൾ സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോൾ, നീതിയുടെ ചേരി നിൽക്കുമ്പോൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടും, സത്യം അടയാളപ്പെടുത്തപ്പെടും. ഇപ്പം നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അടയാളപ്പെടുത്തപ്പെടാതിരിക്കുമ്പോൾ തിന്മ ചിലപ്പോൾ നന്മയുടെ ആനുകൂല്യം കൈവരിച്ചുകൊണ്ട് അതൊരു വാല്യൂ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സമൂഹം മുഴുവൻ അന്ധകാരത്തിലേക്ക് പോകും. ദൈവരാജ്യം അവിടെ വെച്ച് നഷ്ടപ്പെടും. നമ്മൾ പറയുന്ന പല ദൈവരാജ്യവും ഒരു IELTS പാസ്സാകുന്നതിലൂടെ, കാനഡയിൽ പോകുന്നതിലൂടെ തീരുകയാണ് മനുഷ്യൻ്റെ. ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് മരമറിഞ്ഞ് കൊടിയിടണം. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം. എന്നുവെച്ചാൽ കർത്താവിനെ കൈമാറാൻ തയ്യാറാകണം. നമ്മൾ കർത്താവിനെ കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവവേദന നിന്നെ ദൈവം സ്വന്തമാക്കും. ഇപ്പം നിന്നെ എന്തെങ്കിലും കൊണ്ട് ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. നിന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാനില്ല. പിന്നെ വൈഷ്ണു ദൈവം നിങ്ങൾ എന്തുകൊണ്ട് ബേറെ ചെയ്യണം? നിന്നെ ബേറെ ചെയ്യണം എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്നെ ലോകത്തിന് കൈമാറാൻ, നിന്റെ മൂല്യങ്ങളെ ലോകത്തിന് കൈമാറാൻ, ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ കാണിച്ചു തന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ, സുവിശേഷത്തിന്റെ മൂല്യം കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സാക്ഷികളാക്കി ഉയർത്തണമേ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സത്യം പറയട്ടെ. അതായത് ഇന്ന് ലോകത്തിൽ ലഭ്യമായ ഏറ്റവും സമയ ചുരുക്കത്തിൻ്റെ പദ്ധതി ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ, അതിൻ്റെ പേരെന്താണ്, ആൻ്റണി ആൽഫിൻ്റെ ഒരു സാക്ഷ്യം കേട്ട്, പുള്ളി വിസ അടിക്കുന്ന സമയമായപ്പോഴാണ് പുള്ളിയുടെ പാസ്പോർട്ട് റിജക്റ്റായി. എന്താ കാര്യം? പാസ്പോർട്ടിൽ ആൻ്റണി എന്ന് അടിച്ചിരിക്കുകയാണ്. ആൽഫിനാണ് ആൾ, ആൽഫിൻ ആൻ്റണി. അപ്പോൾ വിസ അടിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങിയപ്പോൾ
ഒരു 5 ദിവസമേ ഉള്ളൂ. തെറ്റായ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഇനി റീജിയണൽ പാസ്പോർട്ടിൽ പോയി വരണം. റീജിയണൽ പാസ്പോർട്ടിൽ പോയി അത് ആൻ്റണി ആൽഫിനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ വരണം. ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വേണം. ഇതൊന്നും 5 ദിവസം കൊണ്ട് നടക്കത്തില്ല. പക്ഷേ ഇവൻ ഈ ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് റീജിയണൽ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ഇത് റെക്ടിഫൈ ചെയ്യുകയും കാര്യം അത് അപ്പോൾ അവർ പറയും 14 ദിവസം വേണമെന്ന്. അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസം. പാസ്പോർട്ട് തിരുത്തി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസമാണ്. 14 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് 14 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാം അങ്ങനെ അതിൻ്റെ നിയമം അതാണ്. അതിൻ്റെ പ്രോസസ് ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൻ്റണി ആൽഫിനെ ആക്കുന്നതിന് 14 ദിവസം വേണം. പക്ഷേ ഇവൻ ഈ ഉടമ്പടി അശ്വരൻ തിരുമി മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് സഞ്ചാരി മാതാവ് ഇവൻ്റെ കൂടെ പോയിട്ട് അവസാനം റീജിയണൽ ഓഫീസിൽ കറക്റ്റ് ഒരു 3 ദിവസം കൊണ്ട് സെറ്റാവും. 3 ദിവസം സെറ്റാകുമ്പോൾ ഇത് ഇനി സെൻഡ് ചെയ്യണം. അവർ കൈ തന്നി വിടത്തില്ല. അവർ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോഴിതിനിടയ്ക്ക് ശനി ഞായറും വന്ന് പണി പഠിച്ചില്ലേ, വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ശനി ഞായറുമാണ് 5 ദിവസം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ചയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോകും. അപ്പോൾ ഒരു മനുഷ്യൻ ചക്രശ്വാസം വരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ എന്നാ ചെയ്യണേ, അവൻ അപ്പോഴും അമ്മയെ തന്നെ മുറുകെ പിടിക്കും. അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഇവൻ ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യണം, അവരുടെ അടുത്ത് വരണ്ടേ ഇത്. അവിടെ നിന്ന് സീലടിച്ച് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വന്നാലല്ലേ ഇവർക്ക് സീലടിച്ചിട്ട് രജിസ്റ്റർ ചേർത്തിട്ട് ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ ഒരു മാഡം തയ്യാറാവും. ഒരു മനസ്സിന് അവിടെ മനസ്സിനെ മാതാവ് ഉണർത്തും. എന്നിട്ട് മാഡം പറയും, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. ഉടനെ അവരവിടുത്തെ സീലിൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് റീജിയണൽ പോസ്റ്റ് ഓഫീസായിട്ട് ഇവൻ്റെ കൂടെ ചെല്ലും. എന്നിട്ട് നേരിട്ട് റീജിയണൽ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീൽ വെച്ചിട്ട് അവൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കും. കൈയിടിച്ച് കർത്താവ്. അപ്പോൾ ഈ 14 ദിവസമാണ് ചുരുങ്ങി വെറും 3 ദിവസമാക്കിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഇത് 14 ദിവസമാണ് ചുരുങ്ങി 3 ദിവസമായിരിക്കുന്നത്. ഈ സമയ ചുരുക്കം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത് അല്ല, ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിലൊരു ഗുണമാണ് സമയ ചുരുക്കം. പക്ഷേ എൻ്റെ മക്കൾ അറിയേണ്ടത് സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എപ്പോഴാണ് സമയം ചുരുങ്ങണത്. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുന്നത് പാടാ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നണത് മർക്കോസിന്റെ 13:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞേ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാണ് സത്യാവസ്ഥ. ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരന്ത ദിനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ ആ ദിവസങ്ങൾ 13:20 ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം 13:20 പറയണത്. ഈ ദുഃഖങ്ങളുടെ ദിവസം, ക്ലേശങ്ങളുടെ ദിവസം, ആധികളുടെ ദിവസം, ഉത്കണ്ഠയുടെ ദിവസം, പരവേശത്തിൻ്റെ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഇവൻ്റെ പാസ്പോർട്ടിൻ്റെ വിഷയം കണ്ടില്ലേ, അവൻ ഞെട്ടിപ്പോയില്ലേ പെട്ടെന്ന്. ആൻ്റണി ആൽഫിൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അത് ക്ലേശങ്ങളുടെ ദിവസങ്ങളാണ്. ഈ ക്ലേശങ്ങളുടെ ദിവസങ്ങൾ എന്ത് പറ്റും, അത് ദൈവം ചുരുക്കി തരും, കുറച്ച് തരും. 14 ദിവസം ടെൻഷൻ അടിക്കേണ്ടത് 3 ദിവസമാക്കി കൊടുക്കണം. പക്ഷേ എങ്ങനെയാണ് അത് കൊടുക്കണത്? 14:21 13:21 മർക്കോസ് 13:21 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 13:21 ഇതാ ക്രിസ്തു ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. അത് വായിച്ചോളൂ. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് കർത്താവ് ദിവസം ചുരുക്കാൻ, ടൈം ഷോട്ട് ചെയ്യാൻ ആർക്ക് വേണ്ടിയാണ്? അതാണ് പ്രശ്നം. അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറണം. അതായത് വിളിക്കുക മാത്രം പോരാ, മറിച്ച് എന്താണ്, ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുണ്ടാകാം. അതെല്ലാം വിളിയാണ്. വിളി വേറെ, തിരഞ്ഞെടുപ്പ് വേറെ. 1:10 1:10 വായിച്ച് വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, രണ്ട് കേസാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. വായിച്ചോളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ, എന്ന് പറഞ്ഞ ആകയാൽ സഹോദരങ്ങളെ, ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിളി, 2 കാര്യങ്ങളുണ്ട്. വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, അതൊരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ജ്ഞാനസ്ഥാനപ്പെടുത്തിയപ്പോൾ തന്നെ, നമ്മളെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയ തന്നെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫില്ല ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് വിളിക്കപ്പെടും. ജ്ഞാനസ്ഥാനം ഒരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീതീകരിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ ചിലർ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. അവർ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ പ്രമാണം ചെയ്യാം, വസ്തു പ്രമാണം ചെയ്യാം, പണം കൈമാറാം. പക്ഷേ പൊക്കൂര ചെയ്യണ വേറെ വിഷയമാണ്. പൊക്കൂര ചെയ്യണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ചിട്ട് നമ്മുടെ പേരിൽ തണ്ടപ്പേര് പിടിച്ചിട്ട് നമ്മൾ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം. അപ്പോഴാണ് ഗവൺമെൻറ്, അപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അവിടെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കേവലം ജ്ഞാനസ്ഥാനപ്പെട്ട സന്തതികളായി നമ്മൾ ജനിച്ച് മരിച്ചു പോകും. പ്രമാണമുണ്ട്, പക്ഷേ ഇത് നമുക്കറിയാമല്ലോ, ഇത് വെച്ച് ഒരു പൊടികൂരി തിന്നാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. കാര്യം എന്താണ്? എല്ലാവരും നടക്കുന്നത് പട്ടയം ആണ്. പക്ഷേ അത് നമുക്ക് ടാക്സ് അടക്കാൻ പറ്റിയ രീതിയിൽ പറ്റുചീട്ട് ഉണ്ടാക്കിയെടുക്കണം. പറ്റുചീട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ പോയി കാണുന്നു, അല്ലെങ്കിൽ പാവത്തങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നു. അതെല്ലാമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയണത്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന വിധമുണ്ട്. ചെയ്യുന്ന വിധം തെറ്റിപ്പോയാൽ ചെയ്യുന്ന സ്പിരിറ്റുണ്ട്. എന്താണ് അത് പറയുന്നുണ്ട് വചനത്തിൽ? എന്താണ് നിങ്ങളുടെ വിളി? ഒന്ന് വായിച്ച്. നിങ്ങളുടെ വിളിയും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. അപ്പോൾ കൂടുതൽ ഉത്സാഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വിഷയം എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാം, പക്ഷേ അത് എൻ്റെ സ്പിരിറ്റുണ്ട്. എന്താണ്? കൂടുതൽ ഉത്സാഹത്തോടെ. അല്ലാതെ മരിച്ചവരുടെ വീട്ടിൽ ചത്തവരിരിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനെ കൊടുത്ത് ഒപ്പിക്കത്തില്ലേ? അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ എല്ലാം ഓരോ വചനം അങ്ങനെയാണ്. ഓർഡർ തമ്മാവ ആളറിയാവുന്നതാണ്. അത് നിങ്ങളിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ആക്കാനും വേണ്ടി ഒക്കാനിച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവം നോക്കണത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കണത്. നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടോ? അതാണ് നോക്കണത്. ദൈവസ്നേഹത്തോടെയാണ് ഇത് ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ ചെയ്യണത്. ഈ ദൈവസ്നേഹത്തോടെയുള്ള സ്നേഹം തന്നെ അത് ജോലിയോടുള്ള സ്നേഹമാണോ? അത് നിങ്ങളുടെ പ്രൊഫഷനുള്ള സ്നേഹമാണോ? അത് നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹമാണോ? അതെല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത് നീണ്ടു നിൽക്കണ ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒരു ടൈം ബൗണ്ട് ആകരുത്. അത് നീണ്ടു നിൽക്കണമെന്ന് പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഇന്ന് അങ്ങയോട് ഞാൻ കാണിക്കുന്ന തിഷ്ണത എന്റെ ആജീവനാന്തം കാണിക്കുവാനും അത് ദൈവസ്നേഹത്തോടെയും അങ്ങയോടുള്ള ആത്മബന്ധത്തിലും ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ.